ഹലോ ഹ്യൂമൻ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഹലോ ഹലോ നമ്മൾ വന്നിരിക്കുന്നു. ലാസ്റ്റ് വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന വിചാരിക്കുന്നു. ഇപ്പൊ സമയം രാത്രിയാണ്. ഇവിടെ പൂനെയിൽ ഗണേശോത്സവം നടക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളെ വീട്ടിന്റെ അടുത്ത് കുറെ DJയും പരിപാടിയൊക്കെ ഞാൻ കണ്ടു. അപ്പം കുറച്ച് സിറ്റിയിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ DJ കാണാൻ പറ്റിയത് കാണിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ കാണിക്കുന്നു. ഇവിടുത്തെ പൂനെയിലെ കൾച്ചറൊക്കെ എനിക്ക് എല്ലാവർക്കും കാണാം ഒരുമിച്ച്. അപ്പൊ ഞാനിപ്പം വണ്ടി ഓട്ടിക്കുന്നതിൻ്റെ ഇടയിലാണ്. അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് ആ പരിപാടി എങ്ങനെയാണ്, നമുക്ക് അവരെങ്ങനെയാണ് അതിനെ ഇതാക്കണത് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ നാട്ടിലിപ്പോൾ ഓണം ടൈമാണ്. ഇത് നാട്ടിലെ ഓണ സമയത്താണ് ഇവിടെ ഗണേശോത്സവം നടക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് ട്രൈ അല്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് വരുമ്പോൾ ഉള്ള സംഗതി. പറഞ്ഞ പോലെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇനി നമുക്ക് വണ്ടിയുടെ പാർക്ക് ചെയ്ത് പോലീസ് കാണുന്നുണ്ട്. നമുക്ക് DJ എങ്ങനെയുണ്ടോ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ കാണുന്നൊരു വണ്ടി, ഇതിലാണ് ഗണേശ് പ്രതിമ വെച്ചിരിക്കുന്നത്. നാട്ടിൽ ഓരോ മുക്കിന് അത്തപ്പൊക്കെ ഇല്ല, അതുപോലെ ഇവിടുത്തെ ഓരോ മുക്കിന് ഗണേശിന്റെ പ്രതിമ ഉണ്ടാകും. പറഞ്ഞു വന്നപ്പോൾ കണ്ടതായിരുന്നു ഇവിടുത്തെ ഗണേശ് പ്രതിമ. അതുപോലെ ഓരോ പരിപാടിയൊക്കെ കാണും. അപ്പം നമ്മൾ എത്തി ഹ്യൂമൻ. അവിടെ നടുക്ക് ഗണപതി ഇട്ടുണ്ട്, സൈഡിൽ അതുപോലെ കുറേ പ്രതിമയുണ്ട്. നമ്മൾ നാട്ടിൽ ഈ സാധനം കാണാൻ കിട്ടില്ല. കേസ് നാട്ടിൽ നമുക്ക് ഈ ചത്ത് കിടന്നാലും ഇങ്ങനെ കാണാൻ കിട്ടില്ല. ഇതുപോലെ ലൈറ്റ് വെച്ച് കാണാൻ പറ്റുമോ? നമ്മൾ എങ്ങനെ നോക്കിയാലും ഇതേപോലെ സെറ്റപ്പിൽ കാണാൻ പറ്റില്ല. കേസ് ലൈറ്റൊക്കെ വെച്ചിട്ട് നോവേ. എന്തുകൊണ്ടോ DJ ഓഫ് ചെയ്ത് ഇപ്പോൾ അവരുടെ സ്ലോഗൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസത്തിന് നമ്മൾ നാട്ടിൽ ഓണത്തിന് ലീവ് കൊടുക്കണ പോലെ ഇവിടെ ലീവ് കൊടുക്കും ചില സ്കൂളിലൊക്കെ 10 ദിവസം. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 9 തൊട്ട് ഇവിടെ പഠിച്ചപ്പം അങ്ങനെ എനിക്ക് 10 ദിവസം ഗണേശോത്സവത്തിന് ദീപാവലിക്ക് രണ്ടും അടുത്തടുത്താണല്ലോ. 1 മാസം ഗ്യാപ്പിനിടയിൽ 10 ദിവസം ലീവ് കിട്ടും. അടിപൊളിയാണ്. നൈറ്റിന് ട്രാവൽ ഉണ്ട്. എത്രയായിരുന്നു അവിടെ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം പോലെയൊക്കെ നടക്കുന്നുണ്ട്. നാടകം പോലെ എന്തോ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും ഇവിടെ. എനിക്ക് മറാഠി അറിഞ്ഞുകൂടാ. നാടകമാണെന്ന് തോന്നുന്നു. നാടകം കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് പോകണതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണാൻ കിട്ടുമോ നമുക്ക് നോക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാർക്കിംഗ് ഞാനിതിനെ കുറച്ചുകൂടി നേരത്തെ വരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം. രാത്രി 12 മണിയാണ്. ഇവിടുത്തെ ട്രാഫിക് കണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? എന്ന് വെച്ചാൽ ഒരു കൾച്ചർ ഡിഫറൻസ് നോക്ക്. ഇതേ സമയം ഗണേശ് ചതുർത്ഥി നൈസ് അല്ലേ? ഇങ്ങോട്ട് വരണ വഴി ഒരു സംഭവം കണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതിനെ കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവം. ഇതിനപ്പുറത്തെ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ കണ്ടായിരുന്നു. അതായത് സംഭവം എന്ന് വെച്ചാൽ ഈ ഗണേശ് പ്രതിമ ഇങ്ങനെ വെച്ചേക്കും, നേരത്തെ കാണിച്ചിരുന്നില്ല അതുപോലെ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാൻഡ് ആയിട്ടൊരു സംഭവം അവിടെ കണ്ട്. പോയി കാണാൻ പറ്റിയ അതിനിടയ്ക്കൂടെ വഴി ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണിച്ചു തരാം. ഇല്ലെങ്കിൽ തിരിച്ച് പോവാം. ഈ ഒരു കോർപ്പറേറ്റ് അടിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ അകത്താണ് ഇതുള്ളത്. ഞാൻ അകത്ത് കയറുന്നില്ല, കാരണം ഞാൻ വന്നത് നല്ല വേഷത്തിലല്ല. കണ്ടില്ലേ, ഇതാണ് എൻ്റെ വേഷം. ഈ ഒരു വേഷത്തിൽ നമ്മൾ അകത്ത് കയറി പോകണമെന്ന് ശരിയല്ല. അത് മാത്രമല്ല നമ്മൾ വീഡിയോ എടുക്കാനും പാടില്ല അകത്ത് കയറി. അകത്ത് എല്ലാവരും ആരാധിക്കുക. അത് പുറത്തുനിന്ന് കാണിച്ചു തരാം. പിള്ളേർ വെൽക്കം ലെവലിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ അവിടെ. അതായത് ഇങ്ങനെ ഒരു ഗോപുരം
കയറുന്നുണ്ട്. എൻ്റെ വേഷം ശരിയില്ലാണ്ട് ഞാൻ കയറുന്നില്ല. നമ്മൾ ഫുൾ വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഇല്ല, അങ്ങനെ അതൊരു നൈസ് സംഭവമില്ലേ. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഫുള്ള് വെച്ച് അലങ്കരിച്ചിരിക്കും ഈ ഒരു സമയത്ത്. കണ്ട ഫുള്ള് ലൈറ്റും പരിപാടിയൊക്കെ ആയിട്ട് നൈസാണ്. അതായത് ഗൈസ് ഇവിടുത്തെ ഒരു ഉത്സവ സീസണൊക്കെ കണ്ട് അടിച്ചു പിടിക്കാന്ന് വെച്ചാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഡോളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ മോനെ. നമ്മൾ എന്ന് വെച്ചാൽ വേറെ ഇപ്പം നമ്മളെ നാട്ടിലുള്ള കൾച്ചറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്യണേക്കാട്ടിലും ആ ഒരു നാട്ടിലെ കൾച്ചർ വെച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു മാസ് സാധനമാണ്. പ്രത്യേകിച്ച് മോനെ ഇവിടുത്തെ ഡോളൊക്കെ ഉണ്ടല്ലോ, പെട്ട സാധനമാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഡോല് കേൾക്കാൻ തന്നെ. അത് എൻ്റെ ഒരു ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഗണേശ വിസർജനത്തിൻ്റെ അന്ന് നമുക്ക് എന്തായാലും നമുക്ക് പോയി നോക്കാം പറ്റുവാണെങ്കിൽ. മനസ്സിലായില്ലേ? എന്തായാലും നമ്മൾ അവിടെ കണ്ട് ഇനി പോണ വഴിക്ക് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴൊരു സാധനം ഒരു ഗ്രാൻഡായിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. അതുപോലെ ഇല്ലെങ്കിൽ അതിനേക്കാളും മേളിൽ അവർ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ പോക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം, കേട്ടല്ലോ. അപ്പം ഇതാണ് പൂനെയിലെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഗണേശ ചതുർത്ഥി സീസൺ. അടിപൊളിയാണ് ഗൈസ്. പറഞ്ഞ പോലെ അവിടെ ഈ ഒരു സംഗതി ഉണ്ട്. കഴിഞ്ഞ വർഷം ഭയങ്കര ലൈറ്റും സെറ്റപ്പൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം വേറെ കുറേ പരിപാടിയാണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്രാവശ്യം ലൈറ്റൊക്കെ തന്നെ, പക്ഷേ ആ ഒരു സെറ്റിങ്സ് കണ്ട. അവിടെ നടുക്ക് ഗണപതി പ്രതിമയുണ്ട്. ഇപ്പുറത്തിരിക്കുന്നത് ശിവാജി മഹാരാജിൻ്റെ പ്രതിമയാണ്. പാട്ടൊക്കെ വെച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു മഹൽ പോലെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സെറ്റപ്പ് അടിപൊളിയില്ലേ. മറ്റവിടെ കാണുന്നതിനും കുറച്ചും കൂടെ റിച്ച് ആയിട്ടില്ലേ ഇവിടെ. അത് ഞാൻ പറഞ്ഞു, കുറച്ചും കൂടെ വലിയ സാധനം ഇതാണ്. പിന്നെ രാത്രി അത്യാവശ്യം സിറ്റി ഓണാണ്, ഈ ഉത്സവമായതുകൊണ്ട് തന്നെ അതും കൂടെ കാണിച്ചു തരാം. അതിലൊന്നും കൂടെ കണ്ടോ വയസ്സ്. സിറ്റി ഓണാണ് കൈ. സിറ്റി പക്ക ഓണാണ്. FC റോഡ് ഓണാണ് ഫുള്ള്. സാധാരണ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കടകളൊക്കെ കാണുന്നത് കുറവാണ്. എന്താ കൈസ്, ആൾക്കാരും ട്രാഫിക്കും പിന്നെ കപ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കാണിക്കില്ല. അവിടെ ഒരു ഐസ് കൂട്ടമാണ്. അവിടെ എന്തോ ഈ കോൾഡ് കോഫി ഒക്കെ വിൽക്കുന്ന ഷോപ്പാണ്. നമ്മൾ ഏകദേശം നടന്നിരുന്ന FC റോഡിൻ്റെ തുടക്കം എത്താറായി ചേട്ടാ. അവിടെയും കുറേ ആൾക്കാരാണ്, പക്ഷെ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ബൈ ഫോർ നൗ ഗൈസ്, ബൈ.